ഹലോ ഹായ് ഗൈസ്. ഫേസിലെ ഫേഷ്യൽ ഹെയർ പെയിൻലെസ് ആയിട്ട് മാറ്റിയെടുക്കാൻ പറ്റുന്ന അടിപൊളി പാക്കാണ് ഇന്നത്തെ വീഡിയോ. ബ്ലൈഡും വേണ്ട, വാക്സും വേണ്ട. അപ്പോൾ വീഡിയോയിലോട്ട് പോകാം. പാക്കിന് വേണ്ടി 2 സ്പൂൺ പയറുപൊടിയാണ് എടുത്തിരിക്കുന്നത്, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ ഹണിയാണ് എടുക്കുന്നത്. സ്കിൻ ബ്രൈറ്റ് ആകാനും ഹെയർ വാക്സിനും നല്ലതാണ്. പാക്ക് ഒരുപാട് ടൈറ്റ് ആവാതിരിക്കാൻ വേണ്ടി 1 സ്പൂൺ മിൽക്കും. നല്ലപോലെ മിക്സ് ചെയ്യുക. ഒരു കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ മിക്സ് ചെയ്യുക. ഒരു തിക്നെസ് കിട്ടണം, അതുവരെ മിക്സ് ചെയ്യുക. ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടണം. എന്നാൽ മാത്രമേ ഫേസിൽ നമുക്ക് വാക്സ് രീതിയിൽ ഇടാൻ പറ്റുള്ളൂ. ഫേസിൽ നല്ലപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഫേസിൽ ഫുൾ കവർ ആവുന്ന രീതിയിൽ അപ്ലൈ ചെയ്യുക. പിന്നെ എവിടെയൊക്കെ നിങ്ങൾക്ക് ഫേഷ്യൽ ഹെയർ കൂടുതലുണ്ടോ അവിടെയൊക്കെ നല്ല രീതിയിൽ തിക്കിൽ അപ്ലൈ ചെയ്യുക. ഫേസിൽ നെക്കിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യേണ്ടി വരും. എന്തായാലും 10 മിനിറ്റ് സമയമുണ്ട്. അപ്പോൾ കിണ്ണത്തപ്പം കഴിച്ച സിനിമയും കാണാമെന്ന് വിചാരിച്ചു. അങ്ങനെ 10 മിനിറ്റ് സീനും കണ്ട് പേടിച്ചിട്ടുണ്ട്. അപ്പം നമുക്കിത് സ്ക്രബ് ചെയ്യാൻ തുടങ്ങാം. ഈ വാക്സ് വാഷ് ചെയ്യാൻ പാടില്ല. യഥാർത്ഥത്തിൽ ഇങ്ങനെ സ്ക്രബ് ചെയ്ത് കളഞ്ഞാൽ മാത്രമേ ഇതിൻ്റെ കറക്റ്റ് റിസൾട്ട് വരുള്ളൂ. നന്നായിട്ട് ഇങ്ങനെ സ്ക്രബ് ചെയ്ത് കളയാം. ഇങ്ങനെ സ്ക്രബ് ചെയ്യുമ്പോൾ ഫേസിലെ കുഞ്ഞു കുഞ്ഞു ഹെയർ ഒക്കെ റിമൂവ് ആവും. പിന്നെ ഒരുപാട് ഹെയർ ഉള്ളവർ വീക്കിലി 2 പ്രാവശ്യമെങ്കിലും ചെയ്യാൻ നോക്കണം. പിന്നെ നോസിലെ വൈറ്റ് ഹെഡ്, ബ്ലാക്ക് ഹെഡ് റിമൂവ് ആവാൻ ഇത് ഭയങ്കരമായിട്ട് യൂസ്ഫുള്ളാണ്. ഈ പാക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ ഫേസിലെ ഡെഡ് സ്കിന്നൊക്കെ മാറി സ്കിന്ന് നല്ല നിറം വർദ്ധിക്കാൻ സഹായിക്കും. ഫേസ് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. ഹെയർ നല്ലപോലെ ഇരിക്കുന്ന ഭാഗത്തൊക്കെ നല്ല സ്ക്രബ് ചെയ്ത ശേഷം വാഷ് ചെയ്ത് കൊടുക്കുക. കഴുകിയതിന് ശേഷം ഞാൻ റോസ് വാട്ടർ സ്പ്രേ ചെയ്യുന്നുണ്ട്. റോസ് വാട്ടർ സ്പ്രേ ബോട്ടിലാക്കിയിട്ടാണ് സ്പ്രേ ചെയ്യുന്നത്. റോസ് വാട്ടർ സ്പ്രേ ചെയ്തതിന് ശേഷം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക ഫേസ്. ഹെയർ റിമൂവ് ആവാൻ വേണ്ടി സ്ക്രബ് ചെയ്ത് കൊടുത്തപ്പോൾ പോർട്സ് ഒക്കെ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ അത് ക്ലോസ് ആവാൻ വേണ്ടിയാണ് റോസ് വാട്ടർ യൂസ് ചെയ്തത്. അടിപൊളി റിസൾട്ടാണ് കിട്ടുന്നത്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ബൈ ബൈ.